മാപ്രാണം നന്ദിക്കര റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി കോന്തിപ്പുലം നടുവിലാലിൽ അശാസ്ത്രീയ നിർമ്മാണമെന്ന് പരാതി. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയെയും മണ്ണുത്തി എടപ്പള്ളി ദേശീയപാതയെയും ബന്ധിപ്പിക്കുന്ന മാപ്രാണം നന്ദിക്കര റോഡ് 15 കോടിയോളം രൂപ ചെലവഴിച്ചാണ് നവീകരണം നടത്തുന്നത്. മാപ്രാണം നന്ദിക്കര റോഡിൽ കോന്തിപ്പുലം പാടശേഖരം എത്തുന്നതിന് മുൻപായാണ് റോഡിന് നടുവിലായി ഒരു ആൽമരം സ്ഥിതി ചെയ്യുന്നത്. മരത്തിന് ഇരുവശത്തെ കൂടിയാണ് കാലങ്ങളായി വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ആൽമരത്തിന് ചുറ്റും വലിയ നീളത്തിൽ കോൺക്രീറ്റ് ഭിത്തി കെട്ടി ആൽമരത്തിന് സംരക്ഷണമൊരുക്കിയത് വാഹനങ്ങൾക്ക് അപകട ഭീഷണിയാകുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. മാത്രമല്ല, കോന്തിപ്പുലം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ മാപ്രാണം പള്ളിയുടെ ഭാഗത്തേക്ക് പോകുന്ന കുന്നുമ്മക്കര റോഡിലേക്ക് തിരിയുന്നതിന് വലിയ പ്രയാസമുണ്ടെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. വശങ്ങളിൽ കാനകൾ കൂടി വന്നതോടെ ഇവിടെ വീതി കുറയുകയും കാനകൾ സ്ലാബിടാത്തത് അപകട ഭീഷണി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കാനകൾക്കുള്ളിൽ 2 വൈദ്യുതി പോസ്റ്റുകൾ നിലനിർത്തിയാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഇത് കാനയിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്താൻ ഇടയാക്കുമെന്നും നാട്ടുകാർ പറയുന്നു. ഈ നടുവിലാലിൻ്റെ അവിടെ റോഡ് പണി വന്നപ്പോൾ ആര് സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും നീളത്തിൽ ഒരു ബോട്ടോ വഞ്ചിയോ എന്നറിയില്ല ആകൃതിയിൽ ഉണ്ടാക്കി വെച്ചത്. അതുകൊണ്ടിപ്പോൾ അങ്ങേറ്റം ബുദ്ധിമുട്ടാണ് ഇത് നീളം കൂടിയ കാരണം. ഈ ആല് സംരക്ഷിക്കേണ്ട കാര്യത്തിലാണ് ഇത്രയും ആല് സംരക്ഷിച്ചോട്ടെ. പക്ഷെ ഇത്രയും ഇതിങ്ങനെ ഒരു വലിയ ഇത് കെട്ടേണ്ട ഒരു കാര്യമില്ല. കോൺട്രാക്ടറോട് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് കൊടുത്തേക്കണ നിയമം അധികാരികൾ പറഞ്ഞേക്കണത് ഇത് പണിയാൻ വേണ്ടിയാണ്, ഞാനത് ചെയ്യാനെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ പല അപകടങ്ങളും ഉണ്ടാവും. അതിനുശേഷം ഇത് വെട്ടി മുറിച്ച് മാറ്റിയിട്ട് കാര്യമില്ല, ഇതിൻ്റെ നീളം കുറയ്ക്കണം. അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ പൊളിച്ച് പുനർനിർമ്മിക്കണമെന്നും കാനയിലെ വൈദ്യുതി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.